ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോ ആണ്. അപ്പോൾ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഞാൻ ബീഡ്സ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് ഡോട്ട്സും കുറേ ലീവ്സും ആണ് വരച്ചേക്കുന്നത്. ഇപ്പോൾ കാണാൻ വലിയ മെനയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡോട്ട്സ് ആണ് ഫില്ല് ചെയ്യുന്നത്. ഡോട്ട്സിൽ ഞാൻ ആൻറ്റിക് ബീഡ്സ് ആണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 സൈസ് വരുന്ന ബീഡാണ് കേട്ടോ. നമുക്ക് ബീഡ്സിൽ കുറേ സൈസുകൾ വരുന്നുണ്ട്. അതിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 സൈസാണ്. അപ്പോൾ അതിൽ ആദ്യം എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ബീഡ്സും അല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല. അപ്പോൾ ഒരു മീഡിയം സൈസിൽ എടുത്താലാണ് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാനെടുത്ത ഒരു ബീഡ് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ സൂചി മേളിലേക്ക് എടുക്കുക. അതിലേക്ക് വീണ്ടും ആ സൂചിയിലേക്ക് ഒരു 6 ബീഡ്സ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ആദ്യം കുത്തിയെടുത്തില്ലേ, ആ കുത്തിയെടുത്തേക്ക് തന്നെ സൂചി റിട്ടേൺ അടിയിലേക്ക് കോർക്കുക. അടിയിലേക്ക് ഇങ്ങനെ സൂചി എടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ആ 6 ബീഡ്സ് ഇങ്ങനെ നിവർത്തി വെക്കുമ്പം ഈ ഒരു ഫ്ലവർ ഷേപ്പ് പോലെ നമുക്ക് ബീഡ്സ് കിട്ടും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം കുത്തിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ലോക്ക് ചെയ്യണം. എന്നാലാണ് ആ ഒരു പ്രോപ്പർ ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി 2 സൈഡും ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്തു. അത്രയും ലോക്ക് ചെയ്താൽ മതിയാവും. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിട്ടു പോരുമൊന്നുമില്ല. അപ്പം നല്ല നീറ്റായിട്ട് ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ പ്രോപ്പറായിട്ട് അത് അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു ബീഡ്സും കൂടി അങ്ങനെ ചെയ്യുന്ന ഫ്ലവർ പോലെ ചെയ്യുന്ന ഒരെണ്ണം കൂടി കാണിച്ചു തരാം. നമ്മളൊരു ബീഡ്സ് ഇങ്ങനെ കോർത്തു, എന്നിട്ടത് അടിയിലൂടെ കുത്തി, എന്നിട്ട് ഓപ്പോസിറ്റ്, അതായത് നമ്മൾ മേളിലേക്ക് കുത്തുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മേളിലേക്ക് ബീഡ്സിൻ്റെ ഒരു സൈഡിൽ കുത്തിയെടുക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആ സൂചിയിലേക്ക് 6 ബീഡ്സ് ഇതേപോലെ കോർത്തെടുക്കുക. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ 2 തവണയായിട്ട് പറയുന്നത്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ 6 ബീഡ്സ് ഞാൻ കോർത്തെടുത്തു. നമ്മൾ ആദ്യം കോർത്തു, എന്നിട്ട് ആ കുത്തിയെടുത്തേക്ക് തന്നെ വീണ്ടും അടിയിലേക്ക് കുത്തി ഇറക്കി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലവർ ഷേപ്പിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആദ്യം കുത്തിയ ബീഡ്സിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ സൂചി നൂലും കെട്ട് വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ നൂലൊന്ന് കെട്ട് വീണു. അപ്പോൾ ഞാൻ അഴിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പം നൂലെടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത് എടുക്കാതിരിക്കുക. ലെങ്ത് കുറച്ച് നൂലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ട് വീഴുകയൊന്നുമില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ ചെയ്യുമ്പം. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം എടുത്തു, ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 സൈഡിലും ലോക്ക് ചെയ്തെടുത്തു. അപ്പോൾ ആദ്യത്തെ ബീഡ്സ് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ബീഡ്സും ചെയ്തു. നമുക്കിനി ഇതുപോലെ തന്നെ ബാക്കി ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഓരോ ഡോട്ട്സുകളും ഇതേപോലെ ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം, ഈ എംബ്രോയ്ഡറി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുള്ള് ഒന്ന് എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഭയങ്കര സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി ബാക്കിയുള്ള ലീഫുകൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ലീഫിന് ഞാൻ എടുക്കുന്നത് ഇവിടെ ആദ്യത്തെ ആൻറ്റിക് ബീഡ് ആണെങ്കിൽ രണ്ടാമത് എടുത്തേക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന കട്ട് ബീഡാണ്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് ലീഫ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലീഫ് വരച്ചേക്കുന്നതിൻ്റെ കോർണർ ഉണ്ടല്ലോ, കൂർത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് കുത്തിയെടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു 3 കട്ട് ബീഡ് കുത്തിയെടുക്കുക. 3 കട്ട് ബീഡ് കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ലീഫിൻ്റെ ഉൾവശത്തേക്ക് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് അടിയിലേക്ക് കുത്തിയെടുക്കുക നിവർത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ 2 ബീഡ്സ്, ആദ്യത്തെ ബീഡ്സ് വിട്ടിട്ട് സെക്കൻഡ് ബീഡ്സിൻ്റെ തുടക്കത്തിൽ നിന്ന് രണ്ടാമത്തെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ആദ്യം ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുത്തു. ആദ്യം ഇട്ടതിൻ്റെ ഒരു സൈഡിൽ നിന്നും അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതേപോലെ
രണ്ട് സൈഡിലും ഇതേപോലെ കുത്തിയെടുക്കുക. 3 ബീഡ്സ് വെച്ച് ആണ് ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്നത്. ആദ്യം കുത്തിയെടുത്തേക്ക് തന്നെ നമ്മൾ റിട്ടേൺ കുത്തിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു ഇതും കൂടെ, അതായത് ഒരിടത്ത് ഞാൻ 4 അല്ലെങ്കിൽ 5 എണ്ണം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനിതേപോലെ 4 എണ്ണം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ. ഇനി നമുക്കിതിൻ്റെ തണ്ടിൻ്റെ ഭാഗം ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം ഞാൻ 2 കട്ട് ബീഡാണ് ഇട്ടത്. എന്നിട്ട് അതിങ്ങനെ താഴത്തേക്ക് കുത്തിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ കുത്തിയെടുത്തെടുത്തുനിന്ന് ആ 2 എണ്ണം ഇട്ട ആ കട്ട് ബീഡിനുള്ളിലൂടെ നടുവിലൊരു സെൻറ്ററിലൂടെ ഞാനിങ്ങനെ കുത്തിയെടുത്തു. അതായത് 2 ബീഡ്സിൻ്റെ സെൻറ്ററിലൂടെ. എന്നിട്ട് ആ രണ്ടാമത്തെ ബീഡിലൂടെ സൂചി ഇങ്ങനെ കയറ്റിയെടുത്തു കേട്ടോ. ഒരു തവണയും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ 2 ബീഡ്സ് ഇട്ടു, താഴത്തേക്ക് കുത്തിയെടുത്തു. ആ 2 ബീഡ്സിൻ്റെ നടുവിലൂടെ സൂചി കണ്ടോ, ശ്രദ്ധിച്ചോ. എന്നിട്ട് അതിൻ്റെ ഈ ബീഡ്സിലൂടെ എടുത്തത്. ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു നീറ്റായിട്ട് ഇങ്ങനെ ആ ഒരു തണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കും. അങ്ങനെ ഉള്ളിലൂടെ കോർത്ത് കണക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരേ ലൈനിൽ, ഇപ്പോൾ ഒരു ലൈനിലായിട്ട് ഇരിക്കണില്ലേ, അതേപോലെ ഇരിക്കും. പിന്നെ കട്ട് ബീഡ് പൊതുവേ കുറച്ച് വലിപ്പം കൂടുതൽ കുറവ് അങ്ങനെയൊക്കെയാണ് നമ്മൾ മേടിക്കുമ്പം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2 ബീഡ്സ് ഇട്ടു, അതേപോലെ കണ്ടോ. അതിൻ്റെ ആ രണ്ടാമത് ഇട്ട ബീഡ്സിൻ്റെ ഇടയിലൂടെ കോർത്ത് വീണ്ടും ഒരു 2 ബീഡ്സും കൂടെ ആഡ് ചെയ്തു. വീണ്ടും അത് കോർത്തു. എന്നിട്ട് രണ്ടാമത്തെ ബീഡ്സിൻ്റെ നടുവിലൂടെ 2 എണ്ണം ഇട്ടതിന് നടുവിലൂടെ കുത്തിയെടുത്തിട്ട് ആ ഒരു ബീഡ്സിൽ കൂടെ കടത്തി താഴത്തേക്ക് ഇറക്കി ലോക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലീഫ് ഒന്നും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇനിയും ലീഫ് ആദ്യം ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കാണിക്കാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. ആദ്യം നമ്മൾ കുത്തിയെടുത്തു. അതിനകത്തേക്ക് 3 കട്ട് ബീഡാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് അത് നമ്മളൊന്ന് നേരെ വെച്ചിട്ട് ലീഫിൻ്റെ ഉള്ളിലേക്ക്, ലീഫ് വരച്ചതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ അടിയിലേക്ക് കുത്തിയെടുക്കുന്നു. എന്നിട്ട് ആദ്യം ആ കുത്തിയതിൻ്റെ ഒരു സൈഡിലൂടെ വീണ്ടും ഒന്നും കൂടി കുത്തിയെടുക്കുക. അവിടെ വീണ്ടും ഒരു 3 കട്ട് ബീഡ് കോർത്തെടുക്കുക. ഇതേപോലെ 3 കട്ട് ബീഡ് കോർത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എഗെയിൻ ഓപ്പോസിറ്റ് സൈഡിലെ ഇതേപോലെ കുത്തിയെടുക്കുക. അതിലേക്ക് വീണ്ടും ഒരു 3 ബീഡ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് അടിയിലൂടെ കുത്തിയെടുക്കുക. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു 2 തവണയൊക്കെ നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഭയങ്കര എളുപ്പമാണ് ഈ ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. ഈ കട്ട് ബീഡിലാണെങ്കിലും ത്രെഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു ലീഫ്. അപ്പോൾ ഞാൻ ഈ ത്രെഡിൻ്റെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എംബ്രോയ്ഡറി ആയിട്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഒരു ലീഫ് ഷേപ്പ് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു ലീഫ് ഷേപ്പ് ഈ നെക്ക് ഫുള്ള് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നെക്കിലും ഇങ്ങനെ വരുന്ന വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഞാനിന്ന് കാണിച്ചു തന്നെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെയും ഈ ഗോൾഡൻ ആൻറ്റിക്കിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെയും ലീഫിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെയും വീഡിയോ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ആയിട്ടുള്ള വർക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇതുപോലെ കട്ട് ബീഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലിംഗ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ഓൾ ഓവർ വർക്ക് ചെയ്യുന്നതെന്ന്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് ഹാൻഡ് വർക്കൊക്കെ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കരുത്. അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടുതലും പിൻ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ്. അപ്പോൾ അതിലൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഞാനതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.